നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടോ? അതാ എന്റെ ചോദ്യം. അയാളല്ലെങ്കിൽ പിന്നെ ആരാ? അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? പ്രിയനെ കുറ്റക്കാരനാക്കുന്നതിന് പകരം അത് കണ്ടുപിടിക്കാനായിരുന്നില്ലേ നീ ശ്രമിക്കേണ്ടത്? ഞങ്ങളും മോഹനും പ്രിയനും ഇവിടുള്ള എല്ലാവരും അതിന് നിന്റെ കൂടെ നിൽക്കുമായിരുന്നില്ലേ? നീ എന്റെ അനിയത്തി തന്നെയാ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ നീ എന്റെ കുഞ്ഞനിയത്തി തന്നെയാ. നിന്നോട് ഏതെങ്കിലും ഒരു ചെറ്റ അപമര്യാദയെ പെരുമാറിയ അവന്റെ കരണത്ത് ആദ്യം അടിക്കുന്നത് ഞാനായിരിക്കും. പക്ഷെ അത് ചെയ്തത് അയാളായിരിക്കരുത്, വേറെ ആരെങ്കിലും ആയിരിക്കണം. അപ്പോഴേ ജയന്തി ചേച്ചിയുടെ കൈ ഉയരൂ എന്ന് മാത്രം. പാറു നിക്ക്. ഇനി നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവം തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാലും പ്രിയനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നിന്റെ മനസ്സിൽ നിന്ന് മാറില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പ്രിയനും ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. അനുഭവിച്ചത് മുഴുവൻ നീയാ. പക്ഷെ അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ വിഷമം ചെറുതൊന്നുമല്ല പാറു. നിന്നെ കാണാൻ ആശുപത്രി വരാൻ കരുനാക്കർ സമ്മതിച്ചില്ല. ജോലി കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് വരാൻ ഇറങ്ങിയപ്പോ നീ ഡിസ്ചാർജ് ആയി പോയെന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞു. നിന്നെ ഫോണിൽ വിളിച്ചു, ഒരുപാട് തവണ വിളിച്ചു. നീ ഫോൺ എടുത്തതും ഇല്ല. നീ ഞങ്ങളെ ശത്രുക്കളായിട്ടാണ് കാണുന്നതെന്ന് അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിനാണ് ഞങ്ങളോട് ഈ ശത്രുതയും പിണക്കമൊക്കെ? നമ്മളൊരു കുടുംബം പോലെയല്ലേ? നിന്നോട് പിണങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. നീ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല. പെണങ്ങല്ലേടി ചട്ടമ്പി പാറു. എനിക്ക് നിങ്ങളോട് പിണക്കൊന്നുമില്ല. നിങ്ങൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ. സാരല്ല, എന്നെങ്കിലും എല്ലാ സത്യവും പുറത്തു വരും. എന്നെയും കെട്ടിപ്പിടിക്കും.